ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ചാപ്റ്റർ 2 ആയ വേൾഡ് ഇൻ 20th സെഞ്ച്വറി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റായി പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ, പിന്നെ അതിൻ്റെ റിസൾട്ട്, സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ അതിൻ്റെ റിസൾട്ട്, അതൊക്കെയാണ് ഇതിൽ മൊത്തത്തിൽ പറയുന്നത്. നമുക്ക് വൈകിക്കാതെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഒരു ആഫ്രിക്കയുടെ മാപ്പാണ്. ഈ ആഫ്രിക്കയിലെ ഓരോരോ സ്റ്റേറ്റിലും നമുക്ക് അൾജീരിയയിൽ തന്നെ നമുക്ക് നോക്കാം, സ്ട്രെയിറ്റ് ലൈനാണ്, എൽ ഷേപ്പാണ് ഇവിടെ. ഇത് നമുക്ക് എല്ലാ കൺട്രിയിലും പോസിബിൾ അല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്താൽ തന്നെ നമ്മുടെ എല്ലാ ബോർഡറിലും 6 ലൈനായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് എൽ ഷേപ്പ് ബോർഡറാണ്. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇതിൽ നമുക്ക് വാറിന് മുമ്പൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ഇവിടെ നമുക്ക് 5 to 15th സെഞ്ച്വറി ആണ് മിഡീവൽ പീരീഡ് എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ഓഫ് ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. ഇവിടെ മുതലാളിമാർ തൊഴിലാളികളുടെ ജോലി പോലും മുതലാളിമാർ ഏറ്റെടുക്കുകയാണ്. അതായത് ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് വിതരണത്തിന് ഇവർ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് നല്ല ലാഭമാണ്, കൂടുതൽ ലാഭം ഇവർക്ക് കിട്ടും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ യൂറോപ്യന്മാർ അവരുടെ ഫാക്ടറിയിൽ അളവിലധികം സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർക്കത് സൂക്ഷിക്കാനും ഇടമില്ല. പിന്നെ അവർക്കത് വിറ്റ് പോകാൻ വേണ്ടി അവരുടെ മാർക്കറ്റിൽ അത് സ്ഥലവുമില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ യൂറോപ്യൻസ് വേറെ സ്ഥലത്ത് മാർക്കറ്റുകൾക്ക് അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയി അവർ കണ്ടത് അവരുടെ പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സും കൊണ്ട് യൂറോപ്യൻ കൺട്രി ഈ നേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ആഫ്രിക്കൻ നേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതായത് അവരെ തള്ളി മാറ്റി അവർ അവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്യൻസ് ഇവരുടെ സ്ഥലം കൈക്കലാക്കി അവർ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലേറ്റർലി അവർ കുറച്ച് കഴിഞ്ഞ് പിന്നെ ആ കോളനീസ് യൂറോപ്യൻ കോളനീസായി അവർ പ്രഖ്യാപിച്ചു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കോളനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് അവർ പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവരുടെ മിലിറ്ററി പവറും അവരുടെ എക്കണോമിക്, അതായത് പൊളിറ്റിക്കൽ പവറും എല്ലാം ഉപയോഗിച്ച് അവർ ഈ ആഫ്രിക്കൻ നേഷൻസിനെ കൈയടക്കിയ ശേഷം അവരുടെ സ്ഥലത്ത് ചീപ്പ് ലേബർ, തൊഴിലാളികൾക്ക് തുച്ഛമായ തുക കൊടുക്കുക, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, എല്ലാ റോ മെറ്റീരിയൽസും ഇവർക്ക് എടുക്കുക. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സിൽ, അതായത് ഇവർക്ക് ഉണ്ടാക്കുന്നതിനും വിൽക്കുന്നതിനും എല്ലാം ഇവർക്ക് ലാഭം, തൊഴിലാളികൾക്ക് നഷ്ടം എന്ന രീതിയിലായി ഇവർ കൊണ്ടിരുന്നത്. അതായത് ഇവർ അവിടെ അവരുടെ രാജ്യം പോലെ അവർ പെരുമാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് അവരുടെ കുറച്ച് കാലത്തേക്ക് മാത്രം ആക്കിയാൽ പോരല്ലോ, അവരുടെ കോളനീസ് ആക്കി കുറച്ച് കാലം മാത്രം കൊണ്ടുപോകാതെ കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് ഈ ആഫ്രിക്കൻസിൻ്റെ പൊളിറ്റിക്കൽ പവറ്, മിലിറ്ററി പവറ്, എക്കണോമിക്കലി, അതായത് പൈസ സംബന്ധമായ എല്ലാം യൂറോപ്യൻസിൻ്റെ കീഴിലാക്കാൻ തുടങ്ങിയവർ. അപ്പോൾ ഇങ്ങനെ അവരുടെ എക്കണോമിക് സിസ്റ്റം, പൊളിറ്റിക്കൽ പവറൊക്കെ കൈ കിട്ടിയ ഈ രാജ്യത്തിനും വേറെ രാജ്യത്തിനും, അതായത് ആഫ്രിക്കയും ബ്രിട്ടനുമായിട്ട് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഇവർക്ക് ബ്രിട്ടനെയും കൈയടക്കാനുള്ള ഒരു പവർ കിട്ടുമായിരിക്കും. അതുകൊണ്ടാണ് ഇവർ പൊളിറ്റിക്കൽ പവർ, മിലിറ്ററി പവർ, എക്കണോമിക്കലി എല്ലാം ഇവരുടെ കീഴിൽ കൊണ്ടുവന്നു. പിന്നെ അടുത്തതായി പറയുന്നത്, ഹൗ ഡിഡ് ഇമ്പീരിയലിസം എഫക്റ്റ് ദ കോളനീസ്? ഇമ്പീരിയലിസം കോളനികൾക്ക് എങ്ങനെ എഫക്റ്റഡ് ആയി, അതാണ് അടുത്തത്. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. ഈ കോളനീസിൽ ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടല്ലോ, ട്രഡീഷനായിട്ട് അവരുടെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും എക്കണോമിക് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് അവർ നശിപ്പിച്ചു, യൂറോപ്യൻസ് നശിപ്പിച്ചു. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെങ്കിലും കൃത്യങ്ങൾ നടന്നാൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ നാട്ടിലെ ജഡ്ജിമാരായിരിക്കും. അതായത്
നമ്മുടെ നാട്ടിലെ ഒന്നും അവർ സ്വീകരിക്കാതെ അവരുടെ നാട്ടിലുള്ള എല്ലാ തിങ്സും, അതായത് അവരുടെ എക്കണോമിക്കലി ഇല്ലെങ്കിൽ അവരുടെ ശൈലിയായ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക. അതായിരുന്നു ഈ ഇമ്പീരിയലിസത്തിൻ്റെ മെയിൻ പോയിന്റ് പറയുന്നത്. പിന്നെ അവർ പീപ്പിൾസ് ഇൻ കോളനീസ് വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻറ്റു ലിയോ ഓഫ് ഫുഡ് ക്രോപ്സ്. അതായത് നമ്മുടെ കർഷകരോട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ അവർക്ക് കോട്ടൺ ആയിരിക്കും ആവശ്യം. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഗോതമ്പ് ഇല്ലെങ്കിൽ നെൽകൃഷി അതായിരിക്കും നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അവർ ഇവിടെ വന്ന് പറയും അവർക്ക് വേണ്ടി, അതായത് കോട്ടൺ ഓർ അനദർ വേറെ ഏതെങ്കിലും സാധനം കൾട്ടിവേറ്റ് ചെയ്യാൻ പറയും. നെക്സ്റ്റ്, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. അവർക്ക് പിന്നെ അതങ്ങനെ തുടർച്ചയായി അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ദാരിദ്ര്യമായി, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയായി മാറി. ഇവരുടെ ഈ ഭരണം അവർക്ക് ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സ് വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. അതായത് ഓരോ രാജ്യത്തിനെയും അതിൻ്റേതായ ഒരു നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് ശരിക്കും ആഫ്രിക്കനെ എടുക്കുകയാണെങ്കിൽ അവിടെ നിറയെ അയൺ കിട്ടും. അവിടുത്തെ എല്ലാം ആഫ്രിക്കക്കാർക്ക് ഒരു പൊട്ട് പോലും കൊടുക്കാതെ ഒരു ലാഭവും കിട്ടാതെ ഇവർ അത് ഫുള്ളായി ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ആഫ്രിക്കയിലുള്ള ഇപ്പോൾ ആഫ്രിക്ക തന്നെ വേണ്ട എല്ലാ രാജ്യങ്ങളിലുള്ള ഓരോരോ നാച്ചുറൽ റിസോഴ്സസ് ഇവർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. നമുക്കിവിടെ അടുത്തതായി പറയുന്നത് ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വർ ഡിസ്ട്രോയിഡ്. പിന്നെ ഇതിൽ നമ്മുടെ നാട്ടിലായിട്ടുള്ള അതിൻ്റേതായ ട്രഡീഷൻ, ലാംഗ്വേജ്, കൾച്ചർ അതെല്ലാം അവർ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യം പറയുന്ന ഒരു ട്രോപ്പിക്കൽ റീജിയനാണ്, ചൂട് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അവർ നമ്മുടെ രീതി, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, കൾച്ചർ എല്ലാം മോശം എന്ന രീതിയിൽ അവർ പറയാൻ തുടങ്ങി. അവരുടെ കൾച്ചർ, അതായത് അവൻ്റെ ഡ്രസ്സിങ്, അവൻ്റെ കൾച്ചർ അതെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് കാണാം ടൈ, കോട്ട്, ഷൂസ് അങ്ങനെ ഇട്ട് നടക്കുന്നവരാണ് ഇപ്പോഴും. അതൊന്നും നമ്മുടെ കൾച്ചർ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഓരോരോ കൾച്ചറാണ് ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത്. ഈ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നതിന് നമ്മൾ മുമ്പ് പറഞ്ഞ ഇമ്പീരിയലിസം കാരണമാണ്. ഇമ്പീരിയലിസം പറഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻസിന് പല രാജ്യമുണ്ടാകും. അപ്പോൾ ഓരോ രാജ്യത്തിന് പല രാജ്യത്തിലെ മാർക്കറ്റ്സ്, കോളനീസ് കീഴടക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കൂടുതൽ കോളനീസ് ഉള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടും. അപ്പോൾ ഇവരുടെ കീഴിലുള്ള രാജ്യം മറ്റ് രാജ്യക്കാർക്ക് വേണമെന്ന് പറയും. ഇപ്പോൾ ചിലപ്പോൾ യൂറോപ്പിന് കുറേ രാജ്യങ്ങളുണ്ടെങ്കിൽ ഏഷ്യയ്ക്ക് ആഗ്രഹമുണ്ടാകും യൂറോപ്പിലെ രാജ്യം ഏഷ്യയ്ക്ക് വേണമെന്ന്. അപ്പോൾ കൂടുതൽ അവർക്കും ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻസിന് നിറയെ രാജ്യവും മാർക്കറ്റ്സും കീഴിലുണ്ടെങ്കിൽ അപ്പോൾ അവർക്കുള്ള നാച്ചുറൽ റിസോഴ്സും എല്ലാം യൂറോപ്യൻസിനാണ്. അവരുടെ പണവും സമ്പാദ്യം എല്ലാം യൂറോപ്യൻസിന് കിട്ടും. ഇതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു വാറാണ് ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ഇവിടെ നമുക്ക് രണ്ട് ടീമായി കാണാം, ട്രിപ്പിൾ എൻഡേറ്റും. അതാണ് ഈ മിലിറ്ററി ഫോഴ്സിനുള്ള എക്സാമ്പിൾ. ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ മിലിറ്ററി ഫോഴ്സിനുള്ള എക്സാമ്പിൾ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേറ്റും. അങ്ങനെ നമുക്ക് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേറ്റും ഫോമായി. ഈ ട്രിപ്പിൾ അലയൻസിൽ നമുക്ക് 3 കൺട്രീസ് കാണാം, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. പിന്നെ ട്രിപ്പിൾ എൻഡേറ്റിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അടുത്തതായി നമുക്ക് പറയുന്നത് ഈ ഇതിൽ വന്നതിന് പിന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാർ വന്നതിന് പിന്നെ കൂടുതൽ ടെറിട്ടറീസ് ഇവർക്ക് കിട്ടാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് അഗ്രസീവ് നാഷണലിസം. നമുക്കിവിടെ ടെക്സ്റ്റിൽ 3 എക്സാമ്പിൾസാണ് തന്നിരിക്കുന്നത്: പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. പാൻസ്ലാവ് മൂവ്മെൻറ്റിൽ നമുക്ക് കാണാം സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഈ 3 രാജ്യത്തിലും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ പീപ്പിൾസ് ഉണ്ടായിരുന്നു. റഷ്യയുടെ തീരുമാനം എന്താ വെച്ചാൽ ഈ 3 രാജ്യങ്ങളെയും ഒന്ന് ചേർത്ത് റഷ്യയെ ഒരു വലുതാക്കാൻ, വലിയ രാജ്യമാക്കാനുള്ള ശ്രമമാണ് ഈ പാൻസ്ലാവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായി പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ഇവിടെ നമുക്ക് പാൻ ജർമ്മൻ മൂവ്മെൻറ്റിൽ കാണാം സെൻട്രൽ യൂറോപ്പിലും ബാൽക്കൻസിലും കുറേ നമുക്ക് റഷ്യൻ പീപ്പിൾസിനെ കാണാം. ജർമ്മൻ എന്ത് ചെയ്ത് പറഞ്ഞാൽ അവരെ ഒന്നിച്ച് കൂട്ടി ജർമ്മനിക്ക് കിട്ടുന്ന റിസോഴ്സസിനെ കൂട്ടാനായിരുന്നു ജർമ്മൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ജർമ്മനി ആൽസേഷ്യൻ ലൊറൈൻ എന്നൊരു സ്ഥലം കീഴ്പ്പെടുത്തി. അവിടെ ഉള്ളത് കൂടുതലും ഫ്രഞ്ചുകാരാണ്.
ഇവർ ജർമ്മനി കീഴടക്കിയതിന് ശേഷം പക്ഷേ ഇവർക്ക് ജർമ്മനിയോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഫ്രഞ്ച് ഗവൺമെൻറ്റിനൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ ഒരു വാറ് ഇവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇതെല്ലാം മുഴുവനായൊന്നും വാർ നടന്നില്ലെങ്കിലും ചെറിയ രീതിക്കുള്ള എല്ലാ സ്ഥലത്തും വാറുണ്ടായിരുന്നു. അത് ഒന്നായി കൂടിച്ചേർന്ന് ഒരുമിച്ച് ഒരു ഫസ്റ്റ് വേൾഡ് വാറാണ് നമ്മൾ ഇതിനിടയ്ക്ക് ഉണ്ടായത്. അതാണ് നമുക്കിനി അടുത്തത് വിവരിക്കാം. അടുത്തതായിട്ട് വരുന്നതാണ് ഇമ്പീരിയലിസ്റ്റിക് ക്രൈസിസ്. ഇമ്പീരിയലിസ്റ്റിക് ക്രൈസിസിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. 2 എക്സാമ്പിൾസ്, മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും. മൊറോക്കൻ ക്രൈസിസ് ഞാൻ ആദ്യം വിവരിച്ചു തരാം. മൊറോക്കോ എന്ന രാജ്യം അത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, മൊറോക്കോ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീൻ്റെയും അറ്റ്ലാന്റിക് സീൻ്റെയും ഇടയിൽ വരുന്ന ഭാഗം. അതായത് മൊറോക്കോ സമ്മതിച്ചാൽ മെഡിറ്ററേനിയൻ സീ വഴി വരുന്ന ഗൂഡ്സ്, അതായത് ചരക്കുകൾ അറ്റ്ലാന്റിക് സീയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ മൊറോക്കൻ റീജിയൻ കീഴ്പ്പെടുത്തിയാൽ അവിടെയുള്ള യൂറോപ്പിലേക്ക് വരുന്ന ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ മൊത്തത്തിലുള്ള കൈയടക്കം മൊറോക്കോയിലേക്ക് വരും. അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്ന ഗൂഡ്സ് ആൻഡ് സർവീസിൻ്റെ എല്ലാ കൺട്രോളും മൊറോക്കൻ്റെ കയ്യിലേക്ക് വരും. ഇതിനിടയ്ക്ക് ഇതായിരുന്നു ഈ മൊറോക്കോ എന്ന പ്ലേസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചത്. പിന്നെ ഇതിനിടയ്ക്ക് സീക്രട്ട് ട്രീറ്റി വേർ സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. ഇതിനിടയ്ക്ക് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി നടത്തി. അതായത് 1904 ഒരു സീക്രട്ട് ട്രീറ്റി നടത്തി. അത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടൻ പറഞ്ഞു ഇനി മൊറോക്കോ ഫ്രാൻസിൻ്റെയാണ്, ഒരു ഫ്രഞ്ച് രാജ്യമാക്കി മാറ്റാനായിരുന്നു ബ്രിട്ടൻ സമ്മതിച്ചത്. അപ്പോൾ ഇത് പറയുന്നത് ജർമ്മനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ജർമ്മനിക്കും ഈ സ്ഥലമായിട്ട് ചെറിയൊരു നോട്ടമുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ബ്രിട്ടൻ പറഞ്ഞു ഇത് മൊറോക്കോ ഫ്രഞ്ച് രാജ്യമാണെന്ന് പറഞ്ഞപ്പോൾ ജർമ്മനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഒരു വലിയ സൈന്യത്തിനെ തന്നെ നമ്മുടെ ഈ ഫ്രഞ്ച്, അതായത് മൊറോക്കൻ റീജിയനെ യുദ്ധത്തിന് വേണ്ടി അയച്ചു. അതായത് അഗദിർ എന്ന ഒരു പോർട്ടിലേക്കായിരുന്നു ഇതിനെ അയച്ചത്. അതായത് ജർമ്മൻ സൈന്യത്തിന് അഗദിർ എന്നൊരു പോർട്ടിലേക്കായിരുന്നു ഇവർ അയച്ചിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഫ്രഞ്ച് കോങ്കോ എന്നൊരു സ്ഥലം ജർമ്മനിക്ക് കൊടുത്ത് ഈ പ്രശ്നം അധികം വലുതാവാതെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ജർമ്മനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രശ്നം അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്തത്. അടുത്തതായി നമുക്ക് പറയുന്നത് ബാൽക്കൻ ക്രൈസിസ് ആണ്. ഈ ബാൽക്കൻ പറയുന്ന ഒരു റീജിയൻ നമ്മുടെ യൂറോപ്പിനും അടുത്ത് ചേർന്ന ഒരു റീജിയനാണ് ഈ ബാൽക്കൻ. പിന്നെ ബ്ലാക്ക് സീനും തൊട്ടടുത്ത റീജിയനാണ് ഈ ബാൽക്കൻ റീജിയൻ പറയുന്നത്. ഇതിപ്പോൾ ഭരിച്ചിരുന്നത് ഒട്ടോമൻ എംപയർ ആയിരുന്നു. അതായത് തുർക്കി സുൽത്താനായിരുന്നു ഇത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിലേക്ക് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടെഗ്രോ, അതായത് ഇവർ 4 രാജ്യം കൂടി ചേർന്ന് ഒരു ബാൽക്കൻ ലീഗ് തന്നെ നിർമ്മിച്ചു. അതായത് ഇവർ 4 രാജ്യം ഒരുമിച്ച് ചേർന്ന് ഒട്ടോമൻ എംപയറിനെ ഡിഫീറ്റ് ചെയ്ത് ഈ തുർക്കീനെ തിരിച്ചു പിടിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ 4 രാജ്യക്കാരും കൂടി ഒട്ടോമൻ എംപയറിനൊപ്പം തുർക്കി സുൽത്താനൊപ്പം ഫൈറ്റ് ചെയ്ത് ഇവർ ബാൽക്കൻ എന്ന റീജിയൻ കീഴ്പ്പെടുത്തി. അതിനുശേഷം ഇവിടെ വരുന്നൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ബാൽക്കൻ എന്ന റീജിയൻ ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ 4 രാജ്യം കൂടി ചേർന്നാണല്ലോ ഇവർ ഈ ബാൽക്കൻ റീജിയൻ കീഴടക്കിയത്. ഇവർ 4 പേരും തമ്മിൽ ഈ 4 രാജ്യം തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 4 രാജ്യം തമ്മിൽ എതിർപ്പായി. അതായത് ഇവരുടെ ബാൽക്കൻ ലീഗ് എന്ന് പറയുന്നത് ബ്രേക്കപ്പായി. ഇവർക്ക് 4 പേർക്കും ഇവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. വാർ എമോങ് ദം ആയി. പിന്നെ അങ്ങനെ ബാൽക്കൻ ക്രൈസിസും കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മുടെ ഓസ്ട്രിയ ഈ ബാൽക്കൻ റീജിയൻ ക്ലെയിം ചെയ്തു. ആരുടെ ഹെൽപ്പോടെ? ജർമ്മനിയുടെ ഹെൽപ്പോടെ ഓസ്ട്രിയ ബാൽക്കൻ റീജിയനെ ക്ലെയിം ചെയ്തു. അതേസമയം സെർബിയ ബാൽക്കൻ റീജിയനെ ക്ലെയിം ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യയുടെ സഹായത്തോടെ സെർബിയയും ബാൽക്കനെ ക്ലെയിം ചെയ്തു. അതായത് അവരും കീഴടക്കി.
ഓസ്ട്രിയയും ബാൽക്കണി കീഴടക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജർമ്മനിയുടെ ഹെൽപ്പിലൂടെ. ഇതേ സമയം എ ലോക്കൽ പാർട്ടീഷൻ, അതായത് ഒരു സാധാരണക്കാരനായ സെർബിയൻ ഗാവറലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ആള് ഫ്രാൻസിസ് ഫെർണാണ്ടസിനെ കൊന്നു. പിന്നെ അതിനുശേഷം ഈ ഫ്രാൻസിസ് ഫെർണാണ്ടസ് പറയുന്നത് ഓസ്ട്രിയക്കാരനാണ്, സെർബിയക്കാരൻ ഓസ്ട്രിയക്കാരനെ കൊന്നു. അതായത് ഗാവറലോ പ്രിൻസപ്പ് പറയുന്നത് സെർബിയൻ, ഓസ്ട്രിയക്കാരനായ ഫ്രാൻസിസ് ഫെർണാണ്ടസിനെ കൊന്നു. അപ്പോൾ ഓസ്ട്രിയ ഹെൽഡ് ദിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിക്ലെയർ വാർ ടു സെർബിയ ഇൻ 28 ജൂലൈ 1914. അത് പറഞ്ഞാൽ ഗാവറലോ പ്രിൻസപ്പ് ഫ്രാൻസിസ് ഫെർണാണ്ടസിനെ കൊന്നതിന് ശേഷം ഓസ്ട്രേലിയ പറഞ്ഞു കൊന്നതിൻ്റെ ചുമതല സെർബിയ ഏറ്റെടുക്കണമെന്ന് ഓസ്ട്രിയ പറഞ്ഞു. പിന്നെ ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ 28 ജൂലൈ 1914 അവർ തമ്മിൽ വാറായി. ഇത് പറയുന്നത് ഓസ്ട്രിയയ്ക്ക് പിന്നിലുള്ള രാജ്യങ്ങളും സെർബിയയ്ക്ക് പിന്നിലുള്ള രാജ്യങ്ങളും, അതായത് അലൈഡ് അവർക്ക് പിന്നിലുള്ള രാജ്യങ്ങളെല്ലാം ഇതിൽ ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചിലപ്പോൾ ഡയറക്റ്റ്ലി ആയിട്ട് ഇൻഡയറക്റ്റ്ലി ആയിട്ട് ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം, പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ബന്ധം ഇവർ തമ്മിൽ അത് കാണിക്കുകയും ഇവിടെ വാറ് തുടങ്ങുകയും ചെയ്തു. അതായത് ദിസ് കോസ്ഡ് ഫസ്റ്റ് വേൾഡ് വാർ. അടുത്തതായി നമുക്ക് ആഫ്റ്റർ മാത്ത് ഓഫ് വാർ, അതായത് എൻഡ് ഓഫ് ദ വാർ. ഇതിൽ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1918, 1918 നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തത്. ഇതിൽ നമുക്ക് ഓവർ 10 മില്യൺ പീപ്പിൾസ് ലോസ്റ്റ് ദെയർ ലൈഫ്സ് ആൻഡ് ഇൻജൂർഡ് ഇൻ ദ വാർ. 10 മില്യൺ പീപ്പിൾസിന് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇഞ്ചുറി ആവുകയും ചെയ്തു. അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർ ഡിസ്ട്രോയിഡ്. അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസും കമ്മ്യൂണിക്കേഷൻസും എല്ലാം ഡിസ്ട്രോയ് ആയി, ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം മൊത്തത്തിൽ ഡിസ്ട്രോയ് ആയി. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. പോവർട്ടി ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ, ആൻഡ് ഇൻഫ്ലേഷൻ പണപ്പെരുക്കും എന്ന് പറയും. നമ്മൾ പൈസ ലാഭം കുറേ ഉണ്ടെങ്കിലും നമുക്കൊന്നും വാങ്ങാൻ പറ്റാത്ത പോലെ ഉള്ള രീതിയിലേക്കായി വന്ന അവസാനം. എക്കണോമിക് ഡൊമൈൻസ് ഇൻ യൂറോപ്പ് ഡിമിനിഷ്ഡ്. എക്കണോമിക് ആയിട്ടുള്ള പണം എല്ലാവിടെയും കുറഞ്ഞു, ചിലവരുടെ കൂടുതൽ ചിലവരുടെ കുറവ്, അങ്ങനെ രീതിക്ക് വന്നു. ലിബറേഷൻ മൂവ്മെൻറ്റ് ഏഷ്യ ആഫ്രിക്ക സ്ട്രെങ്തഡ്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എല്ലാവരും ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എഫക്റ്റ്, നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതും നമുക്ക് എഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിത് ആദ്യം പാർട്ട് 1, പിന്നെ അടുത്ത പാർട്ട് 2 നമ്മൾ വൈകാതെ ഇടുന്നതാണ്. അപ്പോൾ ഗായ്സ്, താങ്ക് യു, എൻ്റെ വീഡിയോ കാണുന്നതിന് താങ്ക് യു. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.